ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന CBIയുടെ അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ ശമിക്കുമോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. CBI അന്തിമ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സുശാന്തിനെ കൊന്നതല്ലേ ആത്മഹത്യയ്ക്ക് കാരണം വേണ്ടേ? സുശാന്തിന്റെ പെൺസുഹൃത്ത് റിയ ചക്രവർത്തി ജയിലിൽ കിടന്നത് ന്യായമോ? റിയ ശരിക്കും നിരപരാധിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ റിയയെ ചേർത്ത് പിടിച്ചും തള്ളിപ്പറഞ്ഞും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയാണ് സുശാന്ത് റിയ ആരാധകർ. നിലവിൽ ഈ കേസിൽ CBI രണ്ട് വ്യത്യസ്ത ക്ലോഷർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു ക്ലോഷർ റിപ്പോർട്ട് രജ്പുത്തിന്റെ പിതാവ് KK സിംഗ് ഫയൽ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് നടന്റെ കാമുകി റിയ ചക്രവർത്തി നടന്റെ സഹോദരിമാർക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടതുമാണ്. KK സിംഗിന്റെ കേസിലെ ക്ലോഷർ റിപ്പോർട്ട് സുശാന്തിന്റെ ജന്മനാടായ പാട്നയിലെ ഒരു പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം റിയയുടെ പരാതിയിലെ കണ്ടെത്തലുകൾ മുംബൈയിലെ ഒരു പ്രത്യേക കോടതിയിലാണ് സമർപ്പിച്ചത്. 2020 ജൂൺ 14 മുംബൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ 34-കാരനായ സുശാന്ത് സിംഗിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുംബൈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി നിഗമനത്തിലെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരിച്ചതിനെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചതായി സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഈ കേസ് മാധ്യമങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും പൊതുജനങ്ങളുടെ ഊഹാപോഹങ്ങൾക്കും കാരണമായി. വിവിധ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കും വിവാദങ്ങൾക്കും ആക്കം കൂട്ടി. സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാട്നയിൽ സമർപ്പിച്ച പരാതിയിൽ KK സിംഗ് തന്റെ മകന്റെ ആത്മഹത്യയ്ക്ക് റിയ ചക്രവർത്തി പ്രേരിപ്പിച്ചതായി ആരോപിച്ചു. റിയയും കുടുംബവും സുശാന്തിന്റെ പണം ദുരുപയോഗം ചെയ്തുവെന്നും അക്കൗണ്ടുകളിൽ നിന്ന് 15 കോടി രൂപ തട്ടിയെടുത്തുവെന്നും അവകാശപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. റിയ തന്റെ മകന് വിഷം കൊടുത്തു കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ബീഹാർ പോലീസിൽ നിന്ന് അന്വേഷണം CBI ഏറ്റെടുക്കുകയും റിയ ചക്രവർത്തിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചക്രവർത്തിയെയും സഹോദരൻ ഷൌക്കിനെയും മറ്റ് നിരവധി പേരെയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അതായത് NCB അറസ്റ്റ് ചെയ്തു. ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് അവർ 28 ദിവസം ജയിലിൽ കിടന്നു. എന്നിരുന്നാലും സമഗ്രമായ അന്വേഷണത്തിന് ശേഷം രജ്പുത്തിനെ ആരെങ്കിലും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന ആരോപണത്തിന് തെളിവുകളോ CBIക്ക് ലഭിച്ചില്ല. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, കുറ്റകൃത്യ സ്ഥലത്തെ വിശകലനം, സാക്ഷിമൊഴികൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസിൽ ചക്രവർത്തിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഏജൻസി നിഗമനത്തിലെത്തി. കേസിൽ വിഷബാധയോ ശ്വാസമുട്ടലോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞതായി എയിംസ് ഫോറൻസിക് വിദഗ്ധരുടെ നിർണായകമായ മെഡിക്കൽ ലീഗൽ അഭിപ്രായം CBIക്ക് സമർപ്പിച്ചു. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ സഹോദരി പ്രിയങ്ക സിംഗിനും ഡൽഹി ആസ്ഥാനമായുള്ള ഒരു ഡോക്ടർക്കുമെതിരെ ചക്രവർത്തി FIR ഫയൽ ചെയ്തു. ശരിയായ കൂടിയാലോചനയോ രോഗനിർണയമോ ഇല്ലാതെ സുശാന്തിന് മരുന്നുകൾ നിർദ്ദേശിച്ചുവെന്നവർ ആരോപിച്ചു. മുംബൈ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് CBIക്ക് കൈമാറി. ഏജൻസി സംശയാസ്പദമായ കുറിപ്പടി പരിശോധിക്കുകയും പ്രിയങ്ക സിംഗിൽ നിന്നും ഡോക്ടറുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിച്ച് 5 ദിവസത്തിനു ശേഷം സുശാന്ത് മരിച്ചുവെന്ന് റിയ ചക്രവർത്തി ആരോപിച്ചിരുന്നു. പക്ഷേ റിയ ചക്രവർത്തിയുടെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന കാര്യമായ തെളിവുകളൊന്നും CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രജ്പുത്തിന് നൽകിയ കുറിപ്പടിയിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി. ക്ലോഷർ റിപ്പോർട്ടുകൾ സ്വീകരിക്കണോ അതോ ഏജൻസിയുടെ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടണോ എന്ന് കോടതികൾ ഇനി തീരുമാനിക്കും. നിലവിൽ CBIക്ക് നന്ദി പറഞ്ഞ റിയയുടെ അഭിഭാഷകൻ രംഗത്ത് വന്നിരുന്നു. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഈ കേസ് ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു ആരോപിച്ചത്. 27 ദിവസം ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതികരണം സ്വാഭാവികമാണെന്ന് കരുതിയാലും സുശാന്ത് സിംഗ് മരണപ്പെട്ടു എന്നത് സത്യമാണ്. റിയയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. സ്വാഭാവികമായും ഒരു കാരണമില്ലാതെ സുശാന്ത് ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന 15 കോടി എവിടെ പോയി? സുശാന്ത് എന്തൊക്കെയോ മെഡിസിൻ കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്തിനാകാം അദ്ദേഹം മരുന്ന് കഴിച്ചിരുന്നത്? അത്തരമൊരു അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചത് എന്തായിരിക്കും? ഇതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഒരു കഴിവുള്ള നടനെ നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യവും.